ഇന്ത്യ രാജ്യത്ത് സംഘപരിവാർ ഈ ഭരണഘടനയെ നശിപ്പിക്കും. ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന ഈ സാമൂഹിക അന്തരീക്ഷത്തെ അവർ തകർക്കും. എന്നിട്ട് മേൽക്കോയ്മ ജനനം കൊണ്ട് ഉന്നതിയിലായി പോയ ഒരു ചെറിയ ന്യൂനപക്ഷമായ ബ്രാഹ്മണ മേധാവികൾക്ക് മാത്രം, ബ്രാഹ്മണ ജാതിവാദികൾക്ക് മാത്രം ഇന്ത്യയിലെ മുഴുവൻ സുഖ സൗകര്യങ്ങളും അവർക്ക് കീഴ്പ്പെട്ടുകൊണ്ടുള്ള അവരുടെ താല്പര്യങ്ങളും അവരുടെ ഇഷ്ടങ്ങളും മാത്രം നടക്കുന്ന അവരുടെ സദാ ആചാരങ്ങളും ദുരാചാരങ്ങളും ഇന്ത്യയിലെ നിയമവ്യവസ്ഥയെ നടപ്പിലാക്കപ്പെടുന്ന ഒരു ഗുരുതരമായി ഉള്ളടഞ്ഞ ഒരു നാളുകളിലേക്കാണ് നമ്മുടെ രാജ്യത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ പോരാടുക എന്നുള്ളത്, അതിനെതിരെ ധീരമായി പൊരുതുക എന്നുള്ളത് ഇന്ത്യയിലെ ഓരോ പൗരന്റെയും പ്രാഥമിക ബാധ്യതയാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഞങ്ങൾക്ക് കഴിയുന്ന മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ഞങ്ങൾക്ക് കഴിയുന്ന മുഴുവൻ മേഖലകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംഘപരിവാർ എന്താണ് എന്ന് ഇന്ത്യയിലെ സാധാരണ ജനങ്ങളെ ഞങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യയുടെ നഗരങ്ങളിൽ, ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ, ദളിത് കോളനികളിൽ, ആദിവാസി ഊരുകളിൽ, നഗരഗ്രാമ പ്രദേശങ്ങളിൽ, ഗ്രാമങ്ങളിൽ ഞങ്ങളുടെ പ്രവർത്തകർ പോകും. എന്നിട്ട് അവരോട് ഇന്ത്യ രാജ്യത്തിന്റെ ഈ ഭീകരമായ അവസ്ഥയെ കുറിച്ച് ഞങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കും. നിങ്ങൾ ഭയപ്പെടേണ്ടവരല്ല, വൈവിധ്യരായി മാറി നിൽക്കേണ്ടതല്ല. വയറുകൊണ്ടൊരിക്കൽ, വിശപ്പ് കൊണ്ട്, വർഗീയത കൊണ്ടൊരിക്കലും നമ്മുടെ വയറിൽ നിന്ന്, വർഗീയത കൊണ്ട്, അക്രമങ്ങൾ കൊണ്ട് നമ്മുടെ വിശപ്പ് മാറില്ലെന്ന് ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ കാതുകളിൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അവരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ദളിത് ആദിവാസി ഊരുകളിൽ നിന്ന്, ദളിത് കോളനികളിൽ നിന്ന്, നമ്മുടെ രാജ്യത്തിന്റെ ഗ്രാമാന്തരങ്ങളിൽ നിന്ന് നടപടികളിലൂടെ ഇന്ത്യയുടെ ജനങ്ങളുടെ കൈപിടിച്ചുകൊണ്ട് ഞങ്ങൾ വരും. അങ്ങനെ ഇടവഴികളിൽ നിന്ന് ഇടവഴികളിലേക്ക് ഞങ്ങൾ പോകും. ആ ഇടവഴികളിൽ നിന്ന് നിരത്തുകളിലേക്ക് ഞങ്ങൾ ഇറങ്ങും. അങ്ങനെ ഇന്ത്യ രാജ്യത്തെ ലക്ഷക്കണക്കായ ഗ്രാമങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് പൗരന്മാരെ കൈയോട് കൈയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട്, അവരെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ത്യയുടെ മഹാനഗരങ്ങളിലേക്ക്, ഇന്ത്യയുടെ തെരുവുകളിലേക്ക് ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ ഒരു വിമോചനത്തിന് വേണ്ടി, ഇന്ത്യയിലെ ജനാധിപത്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിയുന്ന ഒരു പുനരുദയം ചെയ്യുന്നത് വരെ ഇന്ത്യയിലെ ജനാധിപത്യം ഇന്ത്യയിലെ മുഴുവൻ ജനാധിപത്യവാദികൾക്കും തുല്യമായി അനുഭവിക്കാൻ കഴിയുന്ന അവസരസമത്വം, തുല്യമായ അവസരസമത്വം കിട്ടുന്ന, തുല്യമായ സ്വാതന്ത്ര്യം കിട്ടുന്ന, വിഭവങ്ങളിൽ തുല്യമായ വീതം വെപ്പുണ്ടാകുന്ന ഒരു ജനാധിപത്യ സംവിധാനം, ഒരു ഭരണഘടനാക്രമം ഇന്ത്യ രാജ്യത്ത് സൃഷ്ടിച്ചാലാണ് ഈ ദൗത്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് പിന്മാറാൻ സാധിക്കുകയുള്ളൂ. ഈ ദൗത്യത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറണമെങ്കിൽ ഈ രാജ്യത്ത് ഒരു പുതിയ പുനരുദ്ധരിക്കേണ്ടതുണ്ട്. ഈ രാജ്യത്ത് നീതി നിർവഹണം കൃത്യമായി നടപ്പിലാക്കേണ്ടതുണ്ട്. അവസരോചിത സുഖങ്ങളുടെ മധുരതുല്ലുന്ന പട്ടുമത്തയിൽ മയങ്ങാനല്ല നമ്മളൊന്നും സോഷ്യൽ ഡെമോക്രാറ്റുകളായിട്ടുള്ളത്. വീണ്ടും പറയുന്നു, ഉറപ്പിച്ചു തന്നെ പറയുന്നു, അവസരോചിത സുഖങ്ങളുടെ മധുരതുല്ലുന്ന മയങ്ങാനല്ല നമ്മളൊന്നും സോഷ്യൽ ഡെമോക്രാറ്റുകളായിട്ടുള്ളത്. ഭയം ഘനീഭവിച്ച സാമൂഹിക സാഹചര്യങ്ങളെ സമാധാനം എന്ന പേര് ചൊല്ലിയിട്ട്, സമാധാനം എന്ന പേര് ചൊല്ലി അതിൽ അഭയം തേടാനുമല്ല നമ്മളൊന്നും സോഷ്യൽ ഡെമോക്രാറ്റുകളായിട്ടുള്ളത്. സ്വന്തം സ്വപ്നങ്ങളിലേക്കും സ്വന്തം ഇഷ്ടങ്ങളിലേക്കും ചുരുങ്ങുവാനല്ല നമ്മളൊന്നും സോഷ്യൽ ഡെമോക്രാറ്റുകളായിട്ടുള്ളത്. അവരെന്റെ നോവുകളെ, അവരെന്റെ പ്രയാസങ്ങളെ, അവരെന്റെ വേദനകളെ, അവന്റെ പട്ടിണിയെ, അവനോടുള്ള നീതി കാണിക്കാതെയുള്ള സമീപനങ്ങളെ എതിർത്തുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും നീതി ലഭ്യമാക്കുന്ന ഒരു പുലരിയുടെ പടപ്പുറപ്പാടാണ് ഞങ്ങൾ നടത്തുന്നത്. അതിൽ നിന്ന് ഞങ്ങളെ തടയാൻ ഇന്ത്യ രാജ്യത്ത് ഒരാൾക്കും സാധ്യമല്ല, ഒരു പാർട്ടിക്കും ഞങ്ങളെ തടയാൻ സാധ്യമല്ല. നിങ്ങളുടെ മുഴുവൻ സംവിധാനങ്ങളും നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊള്ളുക. പോലീസ് സംവിധാനം, പട്ടാളത്തെ, ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ, ആരെയും നിങ്ങൾ ഉപയോഗിച്ചുകൊള്ളുക. ഈ മാർഗത്തിൽ നിന്ന് ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടഞ്ഞു നിർത്തുന്നത് അത് CPM ആണെങ്കിലും, അത് കോൺഗ്രസ് ആണെങ്കിലും, അത് ഇന്ത്യയിലെ മറ്റ് സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണെങ്കിലും അവരെയെല്ലാം ചരിത്രത്തിന്റെ പുറംകൊട്ടയിലെ, ചരിത്രത്തിന്റെ
ചവിറ്റുകൊട്ടയിലേക്ക് പുറംകാലുകൊണ്ട് ഞങ്ങൾ തട്ടിയെറിയും. ഈ മുന്നേറ്റത്തിൽ ഞങ്ങളെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് സംഘപരിവാറാണെങ്കിലും അവരെയും ചരിത്രത്തിന്റെ ചവിറ്റുകൊട്ടയിലേക്ക് ഞങ്ങൾക്ക് തൊഴിച്ചു മാറ്റേണ്ടി വരും. അങ്ങനെ ഇന്ത്യ രാജ്യത്തെ സാധാരണക്കാരന്റെ സ്വപ്നം പൂവണിയുന്ന അവന്റെ കുട്ടികൾ, സാധാരണ ഇന്ത്യൻ പൗരന്മാരുടെ കുട്ടികൾ, വിശന്നുകൊണ്ട് നിലവിളിക്കാത്ത, മനസ്സമാധാനത്തോട് ഉറങ്ങാൻ കഴിയുന്ന, വയറു നിറച്ച് ഭക്ഷണം കഴിച്ചതിന്റെ ആത്മസംതൃപ്തിയിലും ആനന്ദത്തിലും മുഖം നിറഞ്ഞ് പുഞ്ചിരിക്കുന്ന ഒരു പുലരി ഈ രാജ്യത്ത് ഉദിക്കുന്നത് വരെ ഈ പോരാട്ടം ഞങ്ങൾ തുടരും. ഈ രാജ്യത്തെ സ്നേഹിക്കുന്നവർ, ഈ രാജ്യത്തെ ഇഷ്ടപ്പെടുന്നവർ, ഈ രാജ്യത്തെ മനുഷ്യരെ സ്നേഹിക്കുന്നവർ, അവരെ ജാതികളായോ മതങ്ങളായോ വിഭാഗങ്ങളായോ അവരെ കാണാതെ അവർ മനുഷ്യരാണ്, നമ്മെ പോലത്തെ മനുഷ്യരാണ് എന്ന് തിരിച്ചറിയുന്ന മുഴുവൻ മനുഷ്യ സ്നേഹികളെയും മാനവികവാദികളെയും ജനാധിപത്യവാദികളെയും ഈ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നടത്തുന്ന ഈ ജനകീയമായ പോരാട്ടങ്ങൾക്ക്, പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും നൽകണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സംഘപരിവാറിനെതിരെ ഒരു നിലപാടെടുക്കുന്നതോടുകൂടി നിങ്ങൾ ഒരു മാനവികവാദിയായി, ഒരു മനുഷ്യസ്നേഹിയായി പ്രഖ്യാപിക്കപ്പെടുകയാണ്. നമുക്ക് മനുഷ്യസ്നേഹികളാകണം എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി, ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ച മുഴുവൻ ജനങ്ങൾക്കും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഒരായിരം വിപ്ലവ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു.